അമ്മ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഒരു വീട്ടിലെ. അപ്പൊ ആ വീട്ടിലേക്ക് പുതിയൊരാള് വന്നു ചേരുവാണ്. ഇങ്ങനെയല്ല മുടി കെട്ടേണ്ടത്, മുടി അഴിച്ചിടുവല്ല കെട്ടി വെക്കുവാണ് ചെയ്യേണ്ടത്, സാരി ഉടുത്താണ് അമ്പലത്തിൽ പോകേണ്ടത്, പള്ളിയിൽ പോകേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം സജഷൻസ് ഒക്കെ പറയുമ്പോൾ അത് റെസ്റ്റ്ലെസ്നെസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മരുമകളുടെ കൺസേൺ എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ചടങ്ങുകളും കഷ്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ തോതിലുള്ള ഫ്രിക്ഷൻ മാരേജിന്റെ ഡേ മുതലൊക്കെ വേണമെങ്കിൽ ആരംഭിക്കാം. ഇപ്പൊ മരുമകളെ പോലെ തന്നെ അമ്മായിയമ്മയും ഭയന്നിട്ടാണ് നിൽക്കുന്നത്. പ്രായമായി തീർന്നു പോവാവുന്ന ഈ ജീവിതമാണ്. അപ്പൊ ഒത്തിരി അധികം ഗ്രഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും ലോങ് ടേമിലാണ്. നമസ്കാരം. ഭർത്തൃവീട്ടിലെ പീഡനം, ഇങ്ങനെ നിരവധി പീഡന വാർത്തകളും നമ്മൾ നിത്യേന എന്നോണം കേൾക്കുന്നുണ്ട്. മിക്ക ഭർത്തൃപീഡന കേസുകൾ അല്ലെങ്കിൽ ഭർത്തൃവീട്ടിലെ പീഡന കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കാറുള്ളത് സ്വാഭാവികമായിട്ടും ഒരു അമ്മായിയമ്മയാണ്. മറ്റ് അംഗങ്ങളില്ലെന്നല്ല, എങ്കിലും പൊതുവിൽ മരുമകൾ അമ്മായിയമ്മ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രമാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി അനീറ്റ മേരി നിക്കോളസ് ആണ് കൂടി ചേരുന്നത്. മാം, വെൽക്കം. താങ്ക് യു മാം. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ, മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഈ ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ബേസിക് ഇഷ്യൂ എന്താണ്? ഇപ്പൊ നമ്മള് അമ്മായിയമ്മ മരുമകൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഡൈനമിക്സ്. ഇന്ത്യയില് എന്താണ് ഒരു ഫാമിലി സിസ്റ്റം, എങ്ങനെയാണ്? അപ്പോ ഇത് കുറച്ചുകൂടെ മനഃശാസ്ത്രം മാത്രമല്ല, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് കൂടെ വരുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തില് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ് ഇന്ത്യ. അതിനകത്ത് എല്ലാ കുടുംബങ്ങളുടെയും ഡൈനമിക്സ് എന്ന് പറയുന്നത് ഹൈറാർക്കിക്കലാണ്. അതായത് അതിനൊരു ലീഡറുണ്ട്, അതിന്റെ താഴെയുള്ള ഇപ്പൊ ജോയിന്റ് ഫാമിലി സിസ്റ്റം, എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് താമസിക്കുന്ന കുടുംബ വ്യവസ്ഥിതി ഉള്ള ഒരു രാജ്യമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് പോയെങ്കിലും ഒട്ടനവധി വീടുകളും ഫങ്ഷൻ ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു പവർ ഉള്ള ആളുണ്ട്. അപ്പൊ പവർ ഉള്ള ആള് ഡെഫിനറ്റ് ആയിട്ടും അമ്മായിയമ്മ തന്നെയാണ് ഒരു ഫാമിലിയില്. അപ്പൊ ഒരു വീടിന്റെ അമ്മ വളരെ ഇമ്പോർട്ടന്റ് റോൾ അല്ലേ. അമ്മായിയമ്മ എന്ന വാക്ക് ഉപേക്ഷിച്ചാൽ അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും, ഇപ്പൊ നിശയുടെ മുഖത്ത് ഒരു ചിരി വന്നു അമ്മ എന്ന് പറഞ്ഞപ്പോ ആ അമ്മയാണ് അത്. അപ്പൊ അമ്മ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഒരു വീട്ടിലെ. അപ്പൊ ആ വീട്ടിലേക്ക് പുതിയൊരാള് വന്നു ചേരുവാണ്. അതാണ് മരുമകൾ എന്ന് പറയുന്ന റോളിൽ വന്നു ചേരുന്ന ആള്. അപ്പൊ ആ ആൾക്കും പുതിയൊരു സിസ്റ്റത്തിലേക്ക് വന്നു. ആദ്യത്തെ മരുമകളുടെ കൺസേൺ എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ സിസ്റ്റത്തിന്റെ രീതികളുമായിട്ടും അഡ്ജസ്റ്റ് ആവുക. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അയാൾക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ട്. പിന്നെ മദറിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവത്തില് അതുവരെ അമ്മ എന്നുള്ള ആ റോൾ അപ്പം മാറുവാണ്. അപ്പോ അതിനകത്ത് ഒത്തിരി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ചടങ്ങുകളും കഷ്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ തോതിലുള്ള ഫ്രിക്ഷൻ മാരേജിന്റെ ഡേ മുതലൊക്കെ വേണമെങ്കിൽ ആരംഭിക്കാം. അതായത് ഒരു റോൾ പ്ലേ, പവർ ഡൈനാമിക്സ് എന്നൊക്കെ പറയത്തക്ക രീതിയിലാണോ? പവർ ഡൈനാമിക്സ് ഉണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ പോലെ പവർ സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് വരുന്നത് കുറച്ച് ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമൊക്കെയാണ്. മകൻ മാറിപ്പോവോ, മകന്റെ സ്വഭാവം മാറിപ്പോവോ, മറ്റൊരാള് വരുമ്പോ അമ്മയുടെ റോള്, അതിനകത്തുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഇത് ബോധപൂർവം ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ എല്ലാ അമ്മമാർക്കും ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നുമില്ല, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവണമെന്നുമില്ല. അപ്പൊ എല്ലാ അമ്മമാരും പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായിയമ്മയൊന്നുമല്ല. പ്രശ്നം സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്ന കുറെ ചിന്തകളുടെയും പിന്നെ ഈ വ്യക്തിയും ഞാനുമായി പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ള ഭയവും എല്ലാം ഉണ്ട്. ഇപ്പൊ മരുമകളെ പോലെ തന്നെ അമ്മായിയമ്മയും ഭയന്നിട്ടാണ് നിൽക്കുന്നത് ഒരു പുതിയൊരു സിസ്റ്റം ആരംഭിക്കുമ്പോ. അമ്മായിയമ്മയും പേടിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സെറ്റപ്പിലാണല്ലോ.
അതായത് അമ്മ ഉള്ള വീട്, അമ്മ നയിക്കുന്ന വീട്, അല്ലെങ്കിൽ അമ്മയുടെ പാറ്റേണിൽ ഫോളോ ചെയ്യുന്ന വീടാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ഇപ്പൊ ഒരു പുതിയ നവവധുവിനോടാണെങ്കിലും തിരിച്ചും സ്വന്തം അമ്മയെ പോലെ കാണണം എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ള സംഭവമാണല്ലോ നിൽക്കുന്നത്. അപ്പോ തിരിച്ച് മകളെ പോലെ കണ്ടാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊരു സംഭവം വരും. ഇപ്പൊ ഈ പറയുന്ന ഡൈനാമിക്സിന്റെ വിഷയങ്ങളും പവർ പ്ലേ പറയുമ്പോഴും ഒക്കെ അതിനകത്ത് എന്താണ് അവിടെ അതിനെ ചെയ്യുന്ന കുറെ കൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ, കൂടുതൽ ലോകപരിചയം ഉള്ളവരൊക്കെ അവരല്ലേ എന്നൊരു സ്വാഭാവികമായ ഒരു ചോദ്യം വരുമല്ലോ. എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കുക? ഇപ്പൊ മകളെ പോലെ കാണാൻ പറയുമ്പോഴും അതിനകത്തുള്ള ഒരു കാര്യം, ഇപ്പൊ ഒരു വീടിന് ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ മകളെ വളർത്തിയ ഒരു സിസ്റ്റം ഉണ്ട്. മകളും അമ്മയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ജനിക്കുമ്പോ മുതലുള്ളതാണ്. അപ്പം മരുമകൾ എന്ന് പറയുന്ന ആള് വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന, അപ്പോ മരുമകള് വളർന്നു വന്നിട്ടുള്ളതും ശീലിച്ചതുമായുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മകളെ പോലെ കാണുമ്പോൾ ഈ വീട്ടിലെ സിസ്റ്റത്തിലാക്കാനാണ് പലപ്പോഴും ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ മരുമകൾക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്താ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്നു. ചെറിയ ചെറിയ കാര്യങ്ങള്, ഇങ്ങനെയല്ല മുടി കെട്ടേണ്ടത്, മുടി അഴിച്ചിടുവല്ല കെട്ടിവെക്കുകയാണ് ചെയ്യേണ്ടത്, സാരി എടുത്താണ് അമ്പലത്തിൽ പോകേണ്ടത്, പള്ളിയിൽ പോകേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം സജഷൻസ് ഒക്കെ പറയുമ്പോൾ അത് റെസ്റ്റ്ലെസ്നെസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇപ്പൊ മരുമകൾക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചിലപ്പോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഒരു ഇനീഷ്യൽ ഫേസിലുള്ള വിഷയങ്ങൾ വരുന്നത്. അപ്പൊ അമ്മയോട് സംസാരിക്കുമ്പോ അമ്മ എന്താ പറയുന്നത്? ഞാൻ എന്റെ വീട്ടിലെ സിസ്റ്റം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക, ഈ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ മരുമകൾക്കോ അത് ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും അതുപോലെ തന്നെ പുതിയ സിസ്റ്റത്തിനോട് പൊരുത്തപ്പെടുന്നതിന്റെയുമായ വിഷയങ്ങളായി മാറുന്നു. ഈ അഡാപ്റ്റീവായിട്ട് മാറുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അത് എന്താ പറയുക, പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്തിട്ടല്ലേ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വരുന്ന മിസ്സിങ്ങുകളാകാം. അപ്പൊ അപ്പോഴും നമ്മൾ കൂടുതലും ഇപ്പോഴത്തെ ഒരു നമ്മൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്, കുട്ടികളെ എങ്ങനെയാ വളർത്തുന്നത് എന്നൊക്കെ ഉള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളിപ്പോ കുട്ടികള് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലാണ് വളരുന്നത്. അവർക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാതെ ഒത്തിരി പേരുമായിട്ട് ഇന്ററാക്ഷൻ കുറഞ്ഞ് അങ്ങനെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പൊ പിള്ളേർ പൊതുവെ പെൺകുട്ടികൾ നല്ലപോലെ പഠിച്ച് ജോലി ഉണ്ടാവുക എന്നുള്ള ഒരു, എല്ലാവരും ഒരേപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇൻഡിപെൻഡന്റ് ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് വളരുന്നത്. അപ്പൊ ഒരു വീട്ടില് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, കിച്ചൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ വീട് അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടുന്നത്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ഒത്തിരി ട്രെയിനിങ്ങുകളും കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതും ലൈഫ് സ്കില്ലാണ്. നമ്മള് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു വീടും മാനേജ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പലർക്കും ഈ സ്കില്ലുകൾ കുറവാണ്. ഇതെനിക്ക് തോന്നുന്നു സ്ത്രീക്ക് പുരുഷന് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഒരു കോണ്ടെക്സ്റ്റിൽ സ്ത്രീകളെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടില് ആ സിസ്റ്റത്തില് അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഈ കാര്യങ്ങളിലെല്ലാം പരിശീലനം കൊടുക്കുകയും വേണം. ഇവിടെയും ആ പവർ ഡൈനമിക്സ് ഉണ്ട്. ഇപ്പം ചിലര് ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പണിയെടുത്ത് ഈക്വാലിറ്റി അനുഭവിച്ചു വരുന്ന പെൺകുട്ടികൾക്ക് അത് ശരിക്കും ബുദ്ധിമുട്ടാവും, അത് പ്രശ്നമാവും. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇപ്പം അമ്മായിയമ്മ എന്നുള്ള വാക്കിൽ തന്നെ നിൽക്കുമ്പോൾ മകളെ പോലെ കണ്ടില്ലെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ കണ്ടുകൂടെ? ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ കുറെ കൂടെ ലിബറൽ ആയിട്ടല്ലേ ഡീൽ ചെയ്യുള്ളൂ. നമ്മൾ ശരിക്കും ഒരു ഗസ്റ്റിനെ പോലെ തന്നെ കുറച്ചുകൂടെ അവർക്ക് കുറച്ചുകൂടെ അവരുടെ സ്പേസും ഫ്രീഡം ഒക്കെ കൊടുത്തിട്ടാണല്ലോ നിൽക്കുക. അപ്പൊ അങ്ങനെ കണ്ടുകൂടെ? തുടക്കക്കാരെന്നുള്ള രീതിക്കുള്ള ഒരു പരിഗണന അവർക്ക് കൊടുത്തുകൂടെ നിൽക്കുമ്പോ അങ്ങനെ ഒരു വാദത്തിന് അങ്ങനെ ഒരു വാദത്തിന് സ്കോപ്പ് ഉണ്ടോ? നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും ലോങ് ടേമിലാണ്. ഇപ്പൊ തുടക്കത്തില് നമ്മള് ഭയങ്കര സൗഹൃദത്തിലായാലും ചിലപ്പോ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചേരാത്ത ഒത്തിരി ഏരിയകളുണ്ടാവും. അപ്പൊ മറ്റു വ്യക്തി എന്താണ്, രണ്ട് വ്യക്തികളും എന്താണ്, ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, ആ വീട്ടിലെ ഡൈനമിക്സ് എന്താണെന്നൊക്കെ പതിയെ സമയമെടുത്ത് പഠിച്ച് കാലക്രമേണ സുഹൃത്തുക്കളാവാം, മക്കളെ പോലെയും അമ്മയെ പോലെയും ഒക്കെ തന്നെ സ്ട്രോങ് ബോണ്ടിങ് ആ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബന്ധമാണ് അമ്മായിയമ്മ മരുമകൾ ബന്ധം. അപ്പോ അതായത് വിവാഹം കഴിച്ച് കയറി വരുന്ന പുത്രവധുവിന്റെ അടുത്ത്
നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ്, ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒതുക്കാതെ കുറച്ച് സമയമെടുത്ത് ആളെ മനസ്സിലാക്കി അവരെ കേട്ട് മുന്നോട്ട് പോകുന്നതാണ് അഡ്വൈസ്. ഇപ്പൊ അമ്മയുടെ പല അമ്മമാരുടെയും ഭാഗത്തുനിന്ന് ഏറ്റവും നല്ല സമീപനവും നല്ല പെരുമാറ്റവും ഉണ്ടാവാറുണ്ട്. മരുമക്കള് ഇപ്പൊ മോശമായ സമീപനങ്ങൾ ഉണ്ടായാൽ പോലും കാലക്രമേണ അത് മറക്കാൻ തയ്യാറാവും. കാരണം മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ ഏജിങ്ങിലേക്ക് പോകുന്ന ഇപ്പൊ എല്ലാവർക്കും നമ്മൾക്ക് പ്രായമായോ എന്നുള്ള ചിന്തയുണ്ട്. പിന്നെ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു എൻഡ് ഉണ്ട്, ജീവിതത്തിനെല്ലാം ഒരു അവസാനമുണ്ട്. അപ്പോ പ്രായമായി തീർന്നു പോവാവുന്ന ഈ ജീവിതമാണ്. അപ്പൊ ഒത്തിരി അധികം ഗ്രഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആശയവിനിമയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷമമോ സങ്കടമോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വർത്താനങ്ങളൊക്കെ ഉണ്ടായേക്കാം. എപ്പോഴും ഇപ്പൊ അമ്മ പെർഫെക്റ്റ് ആകണമെന്നോ അല്ലെങ്കിൽ മരുമകള് പെർഫെക്റ്റ് ആവണമെന്നോ ഒന്നുമില്ല. പക്ഷെ കാലക്രമേണ ഇരു കൂട്ടർക്കും ഈ കാര്യങ്ങൾ ഒന്ന് പൊറുക്കാൻ സാധിച്ചാൽ റിലേഷൻഷിപ്പ് വളരെ നന്നാവും. കമ്മ്യൂണിക്കേഷൻ ഏത് റിലേഷൻഷിപ്പിലുള്ള പോലെ ഇവിടെയും വളരെ പ്രധാനമാണെന്നാണ്. പ്രധാനമാണ്. ഇപ്പം പക്ഷേ മാം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ ഒരു ഡയറക്ഷൻ അമ്മ മുന്നോട്ട് വെക്കുന്നു, 1-2 ഡയറക്ഷൻസ് വെക്കുന്നു. ഇപ്പം മരുമോൾക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പിന്നെ മാറ്റാം എന്നൊക്കെ ഉള്ള ഒരു പോളിസിയിൽ മുന്നോട്ട് പോകും. പക്ഷെ മേ ബി ശരിയാവാത്ത സാഹചര്യങ്ങളിൽ മിക്കവാറും അത് പറയാ ഹസ്ബൻഡിനോടായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ മകന്റെ അടുത്താവും. അപ്പോ അമ്മയുടെ മകൻ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് മിക്ക സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലും ഇപ്പൊ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനത്തെ കേസുകളും അതും ഒരു ജെനുവിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇതിനകത്ത് ഇപ്പോ സ്ത്രീകള് ശരിക്കും പുരുഷന്മാര് ഒരു 2000 വാക്കുകൾ പറയുമ്പോൾ സ്ത്രീകള് 7000 വാക്കുകൾ പറയും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും സ്ത്രീകൾക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വർത്താനം കൂടുതൽ പറയുന്ന ആൾക്കാരാണ് സ്ത്രീകള്. അപ്പോ ഈ മൈക്രോ മാനേജ്മെന്റ് ചെയ്യുമ്പോ അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇപ്പൊ ആ സ്പൂൺ അവിടെ വെച്ചില്ല, ഇവിടെ പാലിന്റെ പാക്കറ്റ് ഇവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോ ഡെഫിനറ്റ് ആയിട്ടും അവരോട് ഏറ്റവും അടുപ്പമുള്ള ആള് ജീവിത പങ്കാളിയാണ്, ഭർത്താവാണ്. ഭർത്താവിന്റെ അടുത്ത് അത് കംപ്ലൈന്റ് ആയിട്ട് പറയും. ഇതിനെ പക്വതയോടെ മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഭർത്താവിനുണ്ട്. അപ്പൊ ഭർത്താവിനോട് പറയാതിരിക്കുന്ന സ്ത്രീകളുണ്ട്, പറയുന്ന സ്ത്രീകളുണ്ട്. പറഞ്ഞാൽ ആ സ്ത്രീ അത്ര മോശമൊന്നും അല്ല. കാരണം ഈ മൈക്രോ മാനേജ്മെന്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. അത് കാലക്രമേണ മാറിക്കോളും. അപ്പൊ അതിനെ പക്വതയോടുകൂടി മാനേജ് ചെയ്യേണ്ടത് ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായോ ഒരു റോൾ എടുക്കേണ്ടി വരും. അപ്പൊ അത് മെച്യൂരിറ്റിയോടുകൂടി എടുത്താൽ ആ വിഷയം അവിടെ തീർക്കാം. പക്ഷെ അത് പക്വതയോടുകൂടി എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയെ കേൾക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ വിഷയങ്ങളും ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് ഒരു പ്രശ്നം കുടുംബത്തിന്റെ പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബേസിക്കലി 2 സ്ത്രീകള് ഒരു മനുഷ്യനിലേക്ക് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനൊരു എന്താ പറയാ, ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു അതർവേ എന്താണ്? ഇപ്പം ഒത്തിരി അധികം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഡൈനമിക്സ് ആണ് ഒരു വീട്ടില്. അപ്പം കാരണം വീട് എന്ന് പറയുന്നത് വളരെ ഇമോഷൻസ് വെച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് മകന്റെ റോളും ഭർത്താവിന്റെ റോള് അച്ഛന്റെ റോള് ചേട്ടനും അനിയനും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോ ഇവർക്കൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട അവസ്ഥകളും ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോ വീട്ടിനകത്ത് വിഷയങ്ങൾ ഉണ്ടാവാറുമുണ്ട്. അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ആശയവിനിമയം തന്നെയാണ് നല്ലത്. വീട്ടിലെ പ്രശ്നം പുറത്തറിയിക്കാത്തതാണ് നല്ലത്. പലപ്പോഴും ഫോണും വാട്സപ്പും മെസ്സേജും ഉള്ളത് കൊണ്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചുറ്റുമുള്ളവരെ കാര്യങ്ങൾ അറിയിക്കും. ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി ഒരു മെസ്സേജോ ഫോട്ടോയോ വീഡിയോയോ വരെയും ചുറ്റുമുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് ബന്ധങ്ങളെ വളരെ മോശമാക്കും. പക്ഷെ ഈ ഹസ്ബൻഡിനോട് പറയുമ്പം എല്ലാ ആളുകളും ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ പോലെ അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗൗരവത്തോടെ അത് എടുക്കണമെന്നില്ല, അത് അഡ്രസ്സ് ചെയ്യണമെന്നില്ല. ചിലപ്പം ഈ എന്താ പറയാ, ഈ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് നിർത്ത്, എനിക്ക് കേൾക്കണ്ട എന്നുള്ളൊരു ലെവലിലേക്കും പോവാം. അങ്ങനെ വരുമ്പോ അത് സാഹചര്യം കൂടുതൽ വഷളാക്കല്ലേ ഉള്ളൂ.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഒട്ടുമിക്ക സ്ത്രീകൾക്കും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് തെരഞ്ഞെടുക്കുന്ന ഭർത്താവ് അത് ഹാൻഡിൽ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അവരുടേതായ വഴികൾ ഉപയോഗിക്കാം. അപ്പൊ അവിടെ നിർബന്ധമായ ഒരു ഭർത്താവിന്റെ സ്വഭാവം മാറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അഡ്രസ് ചെയ്യണം. അപ്പൊ അത് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു വിഷയത്തില് ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അവര് പറയുന്നത് അമ്മായിമ്മ അടിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വരും, അതൊരു 20 വർഷമായിട്ട് ആ വിഷയങ്ങളാണ് വീട്ടിലുള്ളത്. ഒറ്റ മോനാണ്, ഫാദർ ഇല്ല. അപ്പൊ ഇവരുടെ ദേഹത്ത് ഇങ്ങനെ കറുത്ത പാടുകളുണ്ട്. അപ്പൊ കറുത്ത പാടുകള് കണ്ടപ്പോ ഈ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, അത്രയും പ്രായമുള്ള ഒരു 80 വയസ്സുള്ള അമ്മയാണ്. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് അമ്മ കാറിൽ കയറുമ്പോ ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാ പിന്നെ ആ ഭാഗത്ത് ഒരു പാടം ഉണ്ടാക്കും. ഭർത്താവിന്റെ വാലിഡേഷൻ അവിടെ അവർക്ക് ആവശ്യമാണ്. ഭർത്താവ് അവരെ മനസ്സിലാക്കണം. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഇവരിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം വിഷയം വഷളാവുന്നത് വർഷങ്ങളോളം ഈ ഇവര് തമ്മിലുള്ള വടംവലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, അവരെ ഉപദ്രവിച്ചിരുന്ന കാര്യം വിട്ടു കളയാൻ പറ്റുന്നില്ല. ഇപ്പോഴും എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് ഭർത്താവ് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ വിഷയം. അപ്പോ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും ഭർത്താവ് ഇതിന്റെ ഇടയിൽ സഫർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതായത് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിഷയത്തിനിടയ്ക്ക് പെട്ടുപോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അമ്മായിയമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുന്ന പല റെഫറൻസിലും വരുന്നതെന്ന് വെച്ചാല് അവള് മകനെ തിരിക്കുക, എനിക്ക് നേരെ തിരിക്കുക, എനിക്ക് അഗൻസ്റ്റ് ആക്കുക, എന്റെ അടുത്ത് തട്ടിക്കൊണ്ടു പോവാനാ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻസെക്യൂർ ഫീൽ ആയിട്ട് നമ്മൾക്ക് സാധാരണ കേൾക്കുന്ന ഓഡിയൻസിന് തോന്നത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ മിക്കവാറും കോമൺ ആയിട്ട് നമ്മൾ അമ്മായിമ്മമാര് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിനകത്ത് ശരിക്കും എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ ഈ പറഞ്ഞ ഒരു മനഃശാസ്ത്രപരമായ സാഹചര്യമാണോ? മനഃശാസ്ത്രപരമായിട്ട് ഇൻസെക്യൂരിറ്റി തന്നെയാണ് അവിടുത്തെ ബേസിക് ഇഷ്യൂ. അതായത് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പവറും പൊസിഷനും ആയിരിക്കുന്ന ആ ഒരു ഇതിനും വ്യത്യാസം സംഭവിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. നമ്മുടെ സമൂഹം നന്നായി മക്കളെ ലൈഫ് ടൈം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോ നമ്മുടെ കൾച്ചറും അങ്ങനെയാണ്. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറെ പേര് കൂടി ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയെ വളർത്തുന്നത് ഒത്തിരി പേര് കൂടിയാ. അതുകൊണ്ട് തന്നെ വി സെൽഫ് ആണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഉള്ളത്. അല്ലാതെ ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ വി സെൽഫിലാണ് കുട്ടി വളരുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ എടുക്കാം, എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ സമയത്തും ഒക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സഹായിച്ച കാര്യങ്ങളാണ്. അത് നല്ലതാണ് നമ്മുടെ സംസ്കാരത്തില്. അപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കാര്യത്തെ വളർത്തുന്ന ഒരു രീതികളുണ്ട്. അപ്പൊ അതിനകത്ത് വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുകയും ഓരോ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതിലും കൂടുതൽ നമ്മൾ എല്ലാവരും കൂടെ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിൽക്കുവാണ്. അപ്പൊ അതിനകത്ത് ഇൻസെക്യൂരിറ്റിയും സങ്കടവും വിഷമവും ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ അഡ്രസ് ചെയ്ത വി എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഫാമിലിയുടെ മൊത്തം ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ഇത് രണ്ടുപേരുടെ മാത്രം കോൺഫ്ലിക്റ്റ് ആയിട്ട് മറ്റുള്ളവരെല്ലാം മാറി നിൽക്കുമല്ല, അതിനെ കൂടുതൽ ലഘൂകരിക്കുകയും അതിനെ കൂടുതൽ മോശമാക്കാതിരിക്കാനും ആ ഫാമിലിക്ക് ഉള്ളിൽ തന്നെ വൃത്തിയായിട്ടുള്ള ആശയവിനിമയം നടക്കണം. അതായത് കൃത്യമായ വിഷയങ്ങൾ പിൻ പോയിന്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റിയാല് കുറെ പ്രശ്നങ്ങളൊക്കെ ഈ വിഷയത്തില് തനിയെ ഇല്ലാതാകാനുള്ള സാഹചര്യങ്ങളാണോ ഉള്ളത്? കുറെ വിഷയങ്ങൾ ഇല്ലാതാവും. പിന്നെ ഓരോ വ്യക്തികളുടെയും സ്വഭാവവും വ്യക്തിത്വവും ഓരോ രീതിയിലാണ്. അപ്പൊ ചിലര് കുറച്ച് പിടിവാശിയും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം ഉള്ളവരും ഒക്കെ സമൂഹത്തിലുണ്ട്. എല്ലാവരും വളരെ ഫ്ലെക്സിബിൾ അല്ല. അപ്പൊ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഉള്ള ആൾക്കാരായി മാറാനും പരിശ്രമിക്കാം, മാറ്റങ്ങൾ വരുത്താൻ നോക്കാം. അപ്പൊ അതുവരെ അങ്ങനെയായിരുന്നു, പക്ഷെ മാറ്റം വന്നു, ചേഞ്ചസ് ഉണ്ടാക്കാം. അപ്പൊ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ഒരു കാര്യങ്ങളും.
അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടും. മനുഷ്യന്റെ കാര്യത്തില് ബന്ധങ്ങൾ വഷളായത് നേരെയാക്കാം. അതായത് അഡാപ്റ്റീവ് Adaptive ആവാം. തയ്യാറായിട്ടിരിക്കുന്നത്. പക്ഷെ മാം അപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഒരു വി ഫീൽ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും പ്രത്യേകിച്ചും ആൺമക്കളുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ നെക്സ്റ്റ് ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലെഗസി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളെന്നൊക്കെ ഉള്ള മൂഡ് ഭയങ്കര അറ്റാച്ച്മെന്റിലും ഇമോഷണൽ ഇതിലൊക്കെയാണ് കാണുക. അപ്പോൾ കുട്ടിയെ വളർത്തുന്ന കാര്യങ്ങളാണ് വേറൊരു വലിയ വിഷയമായിട്ട് എപ്പോഴും വരാറുള്ളത്. ചിലപ്പോൾ അതുവരെയും വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് വരുമ്പോഴത്തേക്കും കുട്ടികളെ വളർത്തുന്ന കാര്യം വരുമ്പം മുതൽ ചിലപ്പം തെറ്റുന്നത് കാണാറുണ്ട്. ഇതിനകത്തൊരു ഇടപെടല് എങ്ങനെയാണ് മാം സജസ്റ്റ് ചെയ്തത്? ഇപ്പൊ നമ്മുടെ കൾച്ചറിൽ പിന്നെയും ഒരു പ്രഗ്നൻസി, ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാ. എല്ലാ അമ്മമാരും ഉണ്ടാവും, അമ്മായിയമ്മയും അമ്മയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടി കരയുമ്പോൾ മാത്രമായിരിക്കും സ്വന്തം അമ്മയുടെ അടുത്തേക്ക് എത്തുക. മറ്റെല്ലാ സമയങ്ങളിലും ബാക്കിയുള്ളവരായിരിക്കും കുട്ടിയെ നോക്കുന്നത്. അപ്പോ സാധാരണ പറയും, നീ അടുക്കളയിലെ കാര്യം നോക്കിക്കോ, ഞാൻ കൊച്ചിനെ നോക്കിക്കോളാം. അപ്പൊ കുട്ടികള് പലപ്പോഴും ഒത്തിരി പേരുടെ പരിപാലനത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അതിന് പോസിറ്റീവ്സ് ഉണ്ട്. കാരണം കുട്ടികള് എല്ലാവരുമായിട്ട് ഇടപഴകി ഭാഷയൊക്കെ പെട്ടെന്ന് നന്നായി തന്നെ പഠിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അമ്മമാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവും, കുട്ടികളെ കൂടുതൽ പരിചരിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി പേരുടെ അഡ്വൈസസ് ഉണ്ടാവും കുട്ടിയെ വളർത്തുന്ന രീതികളില്. അപ്പൊ എപ്പോഴും വളർത്തുന്ന രീതിയിൽ ക്രിറ്റിസിസം എല്ലായ്പ്പോഴും എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പൊ മറ്റുള്ളവരെ കണ്ണിൽ നോക്കുമ്പോൾ എപ്പോഴും ചില കുഴപ്പങ്ങൾ ഉണ്ടാവും കുട്ടിയെ വളർത്തുന്നതിൽ. കാരണം ഇംപെർഫെക്ഷൻസ് ഉള്ള മനുഷ്യൻ തന്നെയാണ് കുട്ടിയെ വളർത്തുന്നത്. അപ്പൊ അതിൻ്റെതായ ചില പോരായ്മകളും കാണും. അതിനെ ചൊല്ലി വലിയ വഴക്കുകൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ള, ചെറിയ വഴക്കുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടി വീണാൽ അച്ഛൻ എന്നെയാണ് വഴക്ക് പറയുന്നത്, ഞാൻ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് കുട്ടി വീണതെന്നാണ്. അതൊരു ജനറൽ കംപ്ലൈന്റ് ആണ്. അപ്പൊ അച്ഛനൊക്കെ ലൗഡാവും. അതുവരെ മിണ്ടാതിരുന്ന അച്ഛനൊക്കെ കുട്ടിയുടെ കാര്യം വരുമ്പോൾ സെൻസിറ്റീവ് ആവുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ. അപ്പൊ ഈ ഒരു കാര്യത്തെയും എല്ലാവരും കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ എപ്പോഴും എല്ലായ്പ്പോഴും കുട്ടിയുടെ ചെറിയ പോരായ്മകൾക്ക് വഴക്ക് കേൾക്കേണ്ട ആൾ അമ്മയല്ല, കുട്ടി. എല്ലാവരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടിയെ വളർത്തുന്നതിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒരു റോളുണ്ട്. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന വിഷയത്തില് ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളിലും ഇപ്പം വേറൊരു യൂണിറ്റ് ആണല്ലോ, അവരുടെ ഒരു ഫാമിലി ആണല്ലോ. ഇപ്പം മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും അഗൈൻ അത് മറ്റൊരു ഫാമിലി ആകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ആ ഒരു യൂണിറ്റിലേക്ക് ഇടപെടുക എന്ന് പറയുന്നതിനകത്തും കുറച്ച് രണ്ടുപേരും, ഞാൻ പറയുന്നത് രണ്ട് ആൾക്കാരും ഇപ്പം കുറെ കാര്യങ്ങൾ, കുട്ടിയുടെ ഭക്ഷണം, കുട്ടിയെ കുളിപ്പിക്കൽ, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതികളുണ്ട്. ഇപ്പൊ എണ്ണ തേച്ച് കുളിപ്പിക്കലും അങ്ങനത്തെ കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, കീഴ്വഴക്കങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ള ഒരു പ്രോബ്ലം, ഒരു ട്രഡീഷണൽ മൈൻഡ് അമ്മയുടെ ആണെങ്കിൽ ഒരു മോഡേൺ മൈൻഡ് മരുമകളുടെ ഉണ്ടാവും. അപ്പോ മരുമകൾ എങ്ങനെയാണ് ഇതിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്? ഡോക്ടേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ്, അതിലൂടെയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇത് തെറ്റാണെന്ന് അവര് പറയും. നമ്മള് പണ്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ഒരു 4 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കാന്ന് തോന്നുന്നു, ഞാൻ ആ പീരീഡ് കറക്റ്റ് ഓർക്കുന്നില്ല, കണ്ണെഴുതിക്കല്, പൊട്ട് തൊടിയിക്കല്, എണ്ണയിട്ടെന്നുള്ള മുടിയിൽ തലയിൽ, പിന്നെ ഉഴിച്ചിലുണ്ടല്ലോ മറ്റേ ഷേപ്പ് ആകാൻ വേണ്ടി മൂക്ക്, കണ്ണ്. പക്ഷെ ഇപ്പൊ പല സമയങ്ങളിലും അതൊരു റെഫറൻസ് ആയിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇങ്ങനെയൊന്നും ഫോറിൻ കൺട്രീസിലൊക്കെ കുട്ടികളെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണോ പിള്ളേരെ ഉണ്ടാവുന്നത്, ഒരു കുഴപ്പമില്ല, ചരട് കെട്ടണ്ട, മുഖത്ത് മറ്റേ ബ്യൂട്ടി സ്പോട്ട് ഇടണ്ട, അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇതേ വിഷയത്തിന്റെ പേരിൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള റെഫറൻസുകൾ കൂട്ടത്തിൽ കേട്ടിട്ടുണ്ട്. ശരിയാണ്. ഇപ്പൊ കുറെയൊക്കെ അതിനെപ്പറ്റി പറയുന്നത്, നമ്മള് കുറച്ചൊക്കെ ഈ മായം കലർന്ന് ട്രഡീഷണൽ കാജലൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ. അതുപോലെ പൗഡറും മറ്റു കാര്യങ്ങളിലും എല്ലാം കുറെ കെമിക്കൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സ് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അപ്പൊ ഈ വിവരങ്ങൾ കൊടുക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ ഈ കുട്ടിയെ പരിചരിക്കുന്നവരെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും അതിലൊരു ഒറ്റ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള്. ശരിയാണ്, പൊട്ട് തൊടിയിക്കുന്നത് മുതൽ എല്ലാം കോൺഫ്ലിക്റ്റിലേക്ക് വരാറുണ്ട്. ഈ മകളും മരുമകളും തമ്മിലുള്ള ഇക്വേഷനിലും
കൺഫ്യൂഷൻ പറയാറുണ്ട്. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്. മകള് ചെയ്യുമ്പോൾ മകളും മരുമകളും ചെയ്യുന്ന ഒരേ വിഷയത്തെ രണ്ട് തരത്തിൽ കാണാറുണ്ട്. എല്ലാവരും എന്നല്ല, പക്ഷെ അങ്ങനത്തെ കേസുകളും പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ സമീപനത്തിൽ എങ്ങനത്തെ മാറ്റമാണ് നമ്മുടെ ഡെലിബറേറ്റ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ അമ്മമാരും ഒരുപോലെ അല്ല. മകള് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന മരുമകൾക്ക് കൊടുക്കുന്ന അമ്മമാരും ഉണ്ട്. അതായത് മരുമകൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി മരുമകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത അമ്മമാരും ഉണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. അപ്പൊ തരംതിരിവുകളൊക്കെ ശരിക്കും വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധങ്ങളൊക്കെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ പാടാണ്. അപ്പൊ തരംതിരിവ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയല്ല. അതൊക്കെ കൂടുതൽ ഇവര് തമ്മിലുള്ള ബന്ധത്തിന് സംസാരമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള സാധനം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ പോലെ ഐദർ നമ്മുടെ ഹസ്ബൻഡ് ത്രൂ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അത് നടക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് രണ്ടും നടക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പാരന്റ്സിനോട്, അല്ലെങ്കിൽ നമ്മളെ മാത്രം അറിയുന്ന, അതായത് ഒരു വൺ സൈഡഡ് സ്റ്റോറി മാത്രം അറിയുന്ന ഒരാളോട് ചെന്ന് സംസാരിച്ച് അത്തരം ഡയറക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പൊതുവെ ശരിക്കും പറഞ്ഞാല് ഈ പവർ പ്ലേ ഉണ്ട് അതിനകത്ത്. ഇപ്പോ നല്ല പ്രോബ്ലംസ് കുടുംബങ്ങളിൽ ഉണ്ടാവുമ്പോ സ്വന്തം പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് വലിയൊരു പ്രശ്നമാക്കി അതില് ഡിസ്കഷൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു രീതികളുണ്ട്. അതെല്ലാം ബന്ധത്തെ ശരിക്കും പറഞ്ഞാല് ബന്ധങ്ങളെ മോശമാക്കേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരുമ്പോ എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു, പിന്നെ ഫൊർഗീവ്നെസ് പറ്റാതെ വരും. പിന്നെ അത് പറഞ്ഞു തീർക്കലോ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോ എപ്പോഴും അതിനാണ് വിദ്യാഭ്യാസവും ജോലിയും ലോകപരിചയവും ഒക്കെ നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ മാത്രമല്ല, പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ധൈര്യത്തോടെ കോൺഫിഡന്റ് ആയിട്ട് സ്വയമായിട്ട് മാനേജ് ചെയ്യാനും കൂടെ ഉള്ളതാണ്. എപ്പോഴും പ്രായപൂർത്തിയായിട്ടല്ലേ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുന്നത്. പിന്നെ അവരൊരു പ്രശ്നത്തിൽ പെട്ടാൽ അത് പരിഹരിക്കാവുന്ന നിലയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. പിന്നെ അപകടമുള്ള കാര്യങ്ങളുണ്ട്, അതായത് ഉപദ്രവങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ക്രൂരമായ പെരുമാറ്റങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കാം. അത് ഉറപ്പായിട്ടും അറിയിക്കേണ്ടത്. അത് ഉള്ളിൽ ഒതുക്കി മിണ്ടാതിരിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞ് അത് വലിയ വിഷയങ്ങളാക്കുകയും ചെയ്യരുത്. ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യത്തില് എന്തെങ്കിലും വ്യക്തിത്വത്തില് പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് കുടുംബ പ്രശ്നങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. ആർക്കാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് പ്രോബ്ലം എന്നുള്ളത് ഡിസെക്ട് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചില പ്രശ്നങ്ങളിൽ നിന്ന് രണ്ടുപേരും ഫ്രീ ആവില്ല. ഇപ്പൊ രണ്ടുപേരുടെ വളർച്ചയെ അത് ബാധിക്കും. രണ്ടുപേരോ അല്ലെ ഒരു ഫാമിലിയോ എപ്പോഴും പ്രശ്നത്തിലാവുക. അപ്പൊ കുക്കിംഗ് ഒക്കെ താഴെ മുകളിലുമായി രണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ള വലിയ വിഷയങ്ങളിൽ അവർക്ക് പ്രൊഫഷണൽ സഹായം തേടാം. പിന്നെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ബാധിക്കപ്പെട്ടാൽ മാനസികാരോഗ്യം നഷ്ടപ്പെടാം. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും വിഷമിക്കുകയും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതാർക്കാണോ അവരെ പ്രൊഫഷണൽ സഹായത്തിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഏത് പ്രശ്നവും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെയോ ജോലിയെയോ ഒക്കെ ബാധിക്കുകയും കുടുംബ ബന്ധങ്ങൾ വളരെയധികം മോശമാവുകയും ചെയ്യുമ്പോഴും പ്രൊഫഷണൽ സഹായം തേടാം. സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ കുടുംബത്തെ കാണുന്നത്. അപ്പൊ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലും ഒരു അത്ര നല്ലതല്ലാത്ത ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പം ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ സംസാരിച്ച് കേൾക്കാത്തൊരു വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇത്രയും വിശദമായ ഇൻസൈറ്റ് തന്നതിന് വളരെ നന്ദി. തന്നെ കൂടുതൽ സെഷൻസിൽ കാണാമെന്ന് ഉദ്ദേശിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഷ.